ഓഫ് റോഡിങ് ക്രൈസായി നടക്കുന്ന പല ജനവിഭാഗങ്ങളെയും നമ്മൾ പലപ്പോഴും പല റീലുകളിലും പല വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിലൊട്ടുമിക്കവാറും ഓഫ് റോഡിങ്ങിനോട് പാഷനേറ്റഡ് ആയിട്ട് പോകുന്നതെല്ലാം ഒരു മെൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്നുള്ള കാറ്റഗറി ആയിരിക്കും. എന്നാൽ ഇതിലെല്ലാം വ്യത്യസ്തമായി, ഇതിൽ അറിഞ്ഞും അറിയാതെയും ഓടിക്കുന്ന മറ്റൊരു ജനവിഭാഗമുണ്ട്. ഞാൻ ആ ഒരു ക്രിറ്റിസൈസിംഗിലേക്ക് പോകുന്നില്ല. ഇതിലെല്ലാം വ്യത്യസ്തമായി നമ്മുടെ മലയാളിയായ ഒരു വനിത, അത് വൺ ആൻഡ് ഓൺലി അപർണ ഇസ് വിത്ത് മീ. വെൽക്കം ഓൺ ഷോ അപർണ. അപർണ, ഈ ഓഫ് റോഡിങ്, ഫോർ വീലിംഗ്, ഇതും പലതും പല ഘടകങ്ങളാണ്. എപ്പോഴും ഫോർ വീലിംഗ് ഓഫ് റോഡിന് വേണമെന്നില്ല. എന്നാൽ ഓഫ് റോഡിൽ ഫോർ വീലിംഗ് ആവശ്യമുള്ള സ്ഥലങ്ങളുണ്ട്. ഞാനും ഫോർ വീലർ ഓടിച്ചിട്ടുണ്ട്, ഓഫ് റോഡ് ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു അക്കാഡമിക്കലിലൂടെ കടന്നു പോയിട്ടല്ല ഞാൻ ഇതൊന്നും പ്രയത്നിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ അറിയാൻ കഴിഞ്ഞത് അപർണ എന്ന് പറയുന്ന ഒരു ലേഡി അതിനെ പാഷനുമുപരി അതിനൊരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങളെ അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യിക്കാനുള്ള ഒരു ത്വര ആദ്യമായി എടുത്ത ഒരാളാണെന്നാണ് എൻ്റെ ഒരു അറിവ്. സോ പ്ലീസ് ടെൽ us, എങ്ങനെ, എവിടുന്ന് വന്നു, എങ്ങനെ ഇതൊരു പാഷനായി മാറി? റൈറ്റ്ലി സെഡ്. കാരണം ഒരുപാട് പേര് ഇത് വണ്ടി ഉണ്ടാവും, 4x4 ഓൺ ചെയ്യാന്ന് പറയുന്നത് എനിക്കൊന്ന് മലയാളിയെ സംബന്ധിച്ച് ഒരു 4x4 എന്തായാലും ഇഷ്ടമാണ് എല്ലാവർക്കും. പക്ഷേ അതിനെ എന്തുകൊണ്ട് പഠിക്കണമെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ മിക്കവർക്കും ഇപ്പം നമ്മുടെ അക്കാഡമിയിൽ വരുന്നവരാണെങ്കിൽ പോലും മിക്കവർക്കും ഇതിനൊരു ഐഡിയ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായി വന്നത്. അവർ തന്നെ അത് ഓപ്പണായിട്ട് പറയുകയും ചെയ്യും, വളരെ ഓപ്പണായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ആ ഗിയർ യൂസ് ചെയ്യുന്നു, ഇപ്പോൾ ലോ ഗിയറിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ എന്തുകൊണ്ട് ലോ ഗിയറിൽ ഇടുന്നു, അങ്ങനെ ഉള്ള പല കാര്യങ്ങളും, ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും, ക്ലച്ചിൻ്റെ യൂസേജ് പോട്ടെ, ഒരു ഒബ്സ്റ്റിക്കിൾ വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം. ചില ഒബ്സ്റ്റിക്കിൾ നമ്മൾ വിചാരിക്കുന്ന പോലെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്ന് നേരെ പോവാം, അല്ലെങ്കിൽ ഭീകരമായിട്ട് തോന്നിയേക്കാം, നേരെ പോവാണ്ട നമുക്ക് വേറെ റൂട്ട് എടുക്കാമെന്ന് തോന്നിയേക്കാം. പക്ഷെ ചില ഒബ്സ്റ്റിക്കിൾസ് ശരിക്കും പറഞ്ഞാൽ കാണാൻ വലുതാണെങ്കിലും നമ്മൾ നേരെ പോയാലായിരിക്കും അത് ക്രോസ് ചെയ്യാൻ പറ്റുക, വണ്ടിക്ക് ഡാമേജ് ഇല്ലാതെ, നമുക്ക് പ്രശ്നമില്ലാതെ. അപ്പൊ അതിന്റെ ഒരു ബോധം ആൾക്കാർക്ക് വന്നില്ലെങ്കിൽ അപ്പോഴാണ് ഈ നമ്മളിപ്പോ ന്യൂസിലൊക്കെ കാണുന്ന പോലെ നാച്ചുറൽ ടെറൈനിലൊക്കെ പോയിട്ട് ഒരുപാട് അപകടങ്ങൾ വരിക, അല്ലെങ്കിൽ റെക്ലെസ് ആയിട്ട് ഓടിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ചീത്തപ്പേര് നമുക്ക് ആ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. പെട്ടെന്ന് ഓഫ് റോഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റിഗ്മ ഇല്ലേ? ഉണ്ട്. അത് അറിവില്ലായ്മയെന്ന് വരുന്നതാണ്. ഈ പ്രളയത്തിന്റെ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറെ പേര് ഡിബേറ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് എക്സിസ്റ്റിംഗ്, സ്പെഷ്യലി ഇൻ കേരള. കാരണം അപ്പോൾ നമുക്ക് അറിയാതെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ഒരുപാട് ആക്സിഡൻറ്റ്സ് സംഭവിക്കാം, ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഓടിക്കൽ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റ് നമുക്ക് അഗേൻസ്റ്റ് ആവും. മൊത്തത്തിൽ എല്ലാവർക്കും അത് ഓഫ് റോഡിങ് കമ്മ്യൂണിറ്റിയോട് ഒരു മുഖം, ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റാനും, പ്ലസ് ഞാൻ ഇതിന് അതുകൊണ്ടല്ല തുടങ്ങിയത്. ഞാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഐ ഹാവ് എ Thar CRD. അപ്പൊ അതിന്റെ ബേസിക്സ് പഠിക്കാനായിരുന്നു ഞാൻ പോയത്. ഈ കേൾക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും എന്താണ് പറഞ്ഞ തുടങ്ങിയത്, എന്താണ്, വാട്ട് യു ഡൺ ഫോർ ദാറ്റ്, എന്ത് ചെയ്തു എന്ന് വരുന്നതിലും എങ്ങനെ ഞാൻ വന്നു എന്ന് ആദ്യം പറയാം. അതായത് എനിക്ക് Thar CRD ആണുള്ളത്, അതായത് നമ്മുടെ പണ്ടത്തെ Thar. അപ്പോൾ അതിന്റെ ബേസിക്സ് എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ Thar CRD ആണ് ദി മാനുവൽ വൺ. അപ്പോൾ അങ്ങനെ പഠിക്കാനായിട്ട് ഞാൻ തപ്പാൻ തുടങ്ങി. ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയ ത്രൂ ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് എവിടെ പോയാൽ നമുക്ക് പഠിക്കാൻ പറ്റുക, എന്താണ് അതിൻ്റെ ഒരു അവന്യൂ ആണല്ലോ പഠിക്കണമെങ്കിൽ. ഞാൻ നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഒന്നും തന്നെ ഇല്ല. നമുക്ക് പൂനെയിലുണ്ട്, പക്ഷേ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ കേരളത്തിൽ എസ്പെഷ്യലി അങ്ങനെ ഒരു അക്കാഡമി ആയിട്ടില്ല. ഫോർ വീൽ ഉണ്ടാക്കി തരുന്ന കമ്പനിക്ക് ഒരു പ്രതിബദ്ധതയില്ലേ ഇത് മേടിക്കുന്ന വ്യക്തിക്ക് ഇത് പറഞ്ഞു കൊടുക്കണം? എന്താണ് അതിന്റെ നേച്ചർ? മിക്ക കമ്പനീസ് നോക്കുകയാണെങ്കിൽ ഈ 4x4 അല്ലെങ്കിൽ പോലും കുറച്ച് ക്ലിയറൻസ് ഒക്കെ ഉള്ള വണ്ടിയാണെങ്കിലും ഹൈബ്രിഡ് മോഡൽസ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ അതേ ടേക്കിംഗ് ഇനിഷ്യേറ്റീവ് ഒരു അവരുടെ കസ്റ്റമേഴ്സിനൊന്ന് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് മോഡലിലൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല കമ്പനീസും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പല കമ്പനീസിലും ഇപ്പോൾ ഓഫ് റോഡ് ട്രെയിനേഴ്സിനെ എടുക്കുന്നുമുണ്ട്. അതായത് അവരെ ഒന്ന് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അവർ വയ്ക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മേ ബി ഈ മാർക്കറ്റിന്റെ ഒരു സാധ്യത അറിഞ്ഞുകൊണ്ടായിരിക്കാം. ഈ 4x4 ഇല്ലെങ്കിലും പോവാം, സോഫ്റ്റ് ഓഫ് റോഡിങ് ചെയ്യാം. അത് ചിലപ്പോൾ അത് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം ഇപ്പോഴത്തെ കമ്പനീസ് കുറേ പേര് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വണ്ടികളുടെ ആഡൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ OEM എടുത്ത് പറയല്ല, താർ എന്ന് പറയുന്ന വണ്ടിയുടെ ആഡ് എനിക്ക് തോന്നുന്നു അത് ലോഞ്ച് ചെയ്ത സമയത്തൊക്കെ ഇത് കുറേ കാട്ടിലൂടെയും മലയിലൂടെയൊക്കെ പോകുന്നതൊക്കെയാണ് കാണിച്ചത്. അപ്പോൾ എടുക്കുന്ന ഒരു ശരാശരി വ്യക്തികളുടെയൊക്കെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇതിനെ മല കയറ്റാം അല്ലെങ്കിൽ കാട്ടിലൂടെ ഓടിക്കാമെന്നൊക്കെ ആയിരിക്കും. ഇത് വിൽക്കുന്ന വ്യക്തിയും കൂടി ഇതിന് കമ്മിറ്റഡ് അല്ലേ, ഇത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്?
ഡെഫിനറ്റ്ലി അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മഹീന്ദ്ര ചെയ്യുന്നുണ്ട്. മഹീന്ദ്ര ബോംബെയിലോ മഹാരാഷ്ട്രയിലോ അവർക്കൊരു എനിക്ക് തോന്നുന്നു ഇഗത്പൂരിലാന്ന് തോന്നുന്നു ഒരു ഓഫ് റോഡ് ട്രെയിനിങ് അക്കാഡമി പോലെയൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അഗൈൻ ഇവിടെ നിന്ന് എനിക്ക് എൻ്റെ വണ്ടി കൊണ്ട് അവിടെ പോയി ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അത് ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ അവരുടെ വണ്ടി ഞാൻ റെന്റ് എടുത്ത് ചെയ്യണം, അതും എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസിന്റെ മാത്രമല്ല അതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയുടെ ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ആ സമയത്ത് എന്നെ ആര് പഠിപ്പിക്കും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഐ ന്യൂ ഓക്കെ അക്കാഡമീസ് ഒന്നും ഇല്ല എന്ന് മനസ്സിലായി. പിന്നീട് ഞാൻ ക്ലബ്ബുകൾ തപ്പാൻ തുടങ്ങി. അപ്പൊ അക്രോസ് കേരള ഒരുപാട് ക്ലബ്സ് ഉണ്ട്, ആക്റ്റീവ് ക്ലബ്സ്. അപ്പൊ അങ്ങനെ നോക്കി നോക്കി ഞാൻ കോട്ടയത്തുള്ള ക്ലബിലേക്ക് ജോയിൻ ചെയ്യാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ആ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ പോയെന്ന് ഐ വാസ് വെരി കംഫർട്ടബിൾ. അവിടെ ഇപ്പോൾ ആ സമയത്ത് ലേഡി മെമ്പേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അവരുടെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പോകുമ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നും ഇത്രയും മോഡിഫൈഡ് ആയിട്ടുള്ള വണ്ടികളും അതിനെ സീരിയസ് ആയിട്ട് കോമ്പറ്റീഷനിൽ ഇറക്കുന്നവരുണ്ടെന്നൊക്കെ ഞാൻ അന്നാണ് അറിയുന്നത്. അതല്ലാതെ ഞാൻ പോയത് ബേസിക്സ് പഠിക്കാനായിട്ടായിരുന്നു. പിന്നെ അന്ന് ഞാനൊരു CJ 500 ഓടിച്ചു. അത് ഒരു കോമ്പറ്റീഷൻ സ്പെക് വണ്ടിയായിരുന്നു. അപ്പൊ എൻ്റെ അടുത്തുനിന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി തന്ന വണ്ടിയാണ്. ആ വണ്ടി ഓടിച്ചു ഞാൻ ആദ്യമായിട്ട് സ്ലഷിൽ ഇറക്കിയപ്പോൾ ഐ ന്യൂ ദിസ് ഇസ് മൈ പാഷൻ ബിക്കോസ് ഐ ഗോട്ട് ബട്ടർഫ്ലൈസ്. ഐ വാസ് ലൈക്ക് എക്സൈറ്റഡ്. അപ്പോൾ ദാറ്റ് ഈസ് വെൻ ഐ ആക്ച്വലി ന്യൂ ഇതാണ് എൻ്റെ പാഷൻ എന്നുള്ളത്. അങ്ങനെ എനിക്കത് എന്നിട്ടാണ് ഞാൻ കോമ്പറ്റീഷൻസ് പങ്കെടുക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഒക്കെ ഞാൻ ഇരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്തു. എൻ്റെ പാഷൻ എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞു. Then what you done? കേരളത്തിൽ നമുക്ക് അക്കാഡമി ഇന്ന് വരെ വേറൊരു അക്കാഡമി ഇല്ല. R&T 4x4 ട്രെയിനിങ് അക്കാഡമി മാത്രമേ ഉള്ളൂ. സോ ഐ സ്പോക്ക് മൈ മെന്റർ. മൈ മെന്റർ ഇസ് സാം കുര്യൻ കലരിക്കൽ. ഹി ഈസ് ഓൾസോ വെൽ നോൺ ഓഫ് റോഡർ ആണ് ഇന്ത്യയിൽ തന്നെ. Along with him and my husband Akhil Ramnath, we thought okay we should do something about it. കാരണം എനിക്ക് തന്നെ ഒരുപാട് എൻക്വയറീസ് വരാൻ തുടങ്ങി. നമ്മളിതിങ്ങനെ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെ കുറിച്ച് അവയർനെസ് ഇടുമ്പോഴാണ് ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ പല ലേഡീസ് എന്നെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി എങ്ങനെ ഇതിലേക്ക് കയറേണ്ടത്. പലർക്കും വണ്ടിയില്ല. സോ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്നാൽ വണ്ടി നമുക്ക് കൊടുക്കാം, നമുക്ക് വണ്ടി കൊടുക്കാം, എന്നിട്ട് ലെറ്റ് ദം ലേൺ. കാരണം ഇൻ എ വേ നമ്മൾ ആ കമ്മ്യൂണിറ്റിയെ വളർത്തുകയാണ്. ഇപ്പോൾ ഒരു 170+ ട്രെയിനീസ് ആയി ഓൾറെഡി. നമുക്ക് എത്ര കാലത്തിനുള്ളിൽ 8-9 months കഴിഞ്ഞു നമ്മൾ. ആൻഡ് ദേ ആർ ഓൾ ആക്റ്റീവ്. ചിലർക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല വരുമ്പോൾ, ഇപ്പൊ ചിലർക്ക് വണ്ടി എടുത്തു. വണ്ടി ഉള്ളവർ തന്നെ വേറെ വണ്ടികൾ എടുക്കുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നു കൂടുതൽ. വി ഗെറ്റ് എ ഫീലിംഗ് ഓക്കെ നമ്മൾ ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന ഒരു ഫീലിംഗാണ് നമുക്കും കിട്ടുന്നത്. ഇറ്റ് ഇസ് വെരി ഫുൾഫില്ലിംഗ്. സ്വന്തം പാഷനെ ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് അത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന, അതായത് എല്ലാവരുടെ കയ്യിലും ഐഫോൺ ഉണ്ടായിരിക്കും. ഐഫോണിൽ കുറേ കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് പോലും അറിയില്ല. ഞാൻ പലപ്പോഴും പലരോട് ചോദിക്കാറുണ്ട്. നമ്മളത് പഠിക്കാൻ സമയം എടുക്കാറില്ല. അതുപോലെയാണ് എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ നാട്ടുകളിൽ അല്ലെങ്കിൽ നാട്ടിലെ നിരത്തുകളിൽ ഇറങ്ങുന്ന 75 to 80% SUVകൾക്ക് 4-wheel drive ഉണ്ട്. ആരും ഇത് ഇടാറില്ല, ഉപയോഗിക്കാറില്ല, ആ ടെറേനുകളിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറില്ല. ബട്ട് വി ആർ പേയിങ് എ ഹ്യൂജ് എക്സ്ട്രാ എമൗണ്ട് ഫോർ ദാറ്റ് 4-wheeler എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിനെ നമ്മുടെ എഞ്ചിനിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളൊരു എക്സ്ട്രാ മണി കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിക്കാനല്ലാതെ പിന്നെ എന്തിനാണ് നമ്മളത് മേടിക്കുന്നത്? അതിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ദാറ്റ്സ് ഓൾവേസ് ഗുഡ് ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ്. അറ്റ്ലീസ്റ്റ് ദർ ഈസ് എ പ്ലാറ്റ്ഫോം പീപ്പിൾ ക്യാൻ ഗോ ആൻഡ് ലേൺ അബൌട്ട് 4-wheel. 4-wheelനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തിയറി ക്ലാസ്സുകളും റിയൽ ടൈം എക്സ്പീരിയൻസുകളും ഒക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി. ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു തിയറി സെഷനിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 രീതിയിൽ കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ നമ്മുടെ വണ്ടിയിൽ മാത്രമാണ് ട്രെയിനിങ് കൊടുത്തോണ്ടിരുന്നത്. ബിക്കോസ് അത് ഹാർഡ് കോർ ഓഫ് റോഡിങ് എന്താണെന്ന് നമുക്ക് വരുന്ന ആൾക്കാർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ദാറ്റ് വാസ് വൺ പാർട്ട് ഓഫ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ SUV ഓണേഴ്സിനെ വിളിച്ചിട്ട് അവർക്കുള്ള ട്രെയിനിങ് കൂടെ കൊടുത്തിട്ട് സ്വന്തം വണ്ടിയിൽ. കാരണം അങ്ങനെയും കുറേ ആൾക്കാരുണ്ട്. ചിലർ പറയും എനിക്ക് കോമ്പറ്റീഷനിലൊന്നും പങ്കെടുക്കണ്ട, എനിക്ക് എൻ്റെ വണ്ടിയിൽ പഠിച്ചാൽ മതി എന്ന് പറയുന്നവരും ഒരുപാട് പേര് ഇപ്പോൾ ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ ഒരു സെഷൻ കൂടെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 രീതിയിലുള്ള സെഷൻസാണ് നമ്മൾ കൊടുക്കുന്നത്. 2 ആണെങ്കിലും നമ്മൾ ആദ്യമേ തന്നെ തിയറിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക. തിയറി സെഷൻ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 45 minutes 1 hour നമ്മൾ അതിന് തന്നെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദേ നീഡ് ടു നോ വാട്ട് ദേ ഡൂയിങ്. ആദ്യം തന്നെ വണ്ടിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണം, വണ്ടിയിൽ എന്തിന് യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യണം, എല്ലാം ആദ്യമേ നമ്മൾ ലിറ്ററലി വണ്ടിയുടെ അടിയിൽ കാണിച്ചു കൊടുക്കും. ഇന്നതാണ് കാര്യം, ഡിഫറൻഷ്യൽ, അത് എല്ലാം പറഞ്ഞ് കാണിച്ച് ദേ വിൽ ഓൾസോ ഗെറ്റ് എൻ ഐഡിയ എന്താണെന്നൊരു പക്ക പ്രോപ്പർ ഐഡിയ കിട്ടിയിട്ടാണ് നമ്മൾ ട്രാക്സിലേക്ക് പോകുന്നത്. ട്രാക്ക് തന്നെ ഫസ്റ്റ് ട്രാക്ക് നമ്മുടെ വണ്ടിയിലാണെങ്കിൽ ഇതൊരു പുതിയ ജീപ്പാണ്, അതുമായിട്ട് ഫാമിലിയറൈസ് ആവാൻ വേണ്ടി ഒരു ട്രാക്ക് ഉണ്ട്. പിന്നെ ബാക്കി 2 ട്രാക്കുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒബ്സ്റ്റക്കിൾസും കുറച്ചും കൂടെ ഡിഫിക്കൽട്ടി ലെവൽ കൂടിയിട്ടുള്ള ട്രാക്സ് ആയിരിക്കും. നിങ്ങൾ കൂടെ തന്നെ ഇരുന്നുകൊണ്ടാണ് ഈ ട്രെയിനിങ്? യെസ്,
100% നമ്മൾ എല്ലാവരെയും നമ്മൾ 10 പേര് ഒരു സെഷനിൽ എടുക്കുകയുള്ളൂ. കൂടെ ഞങ്ങൾ 3 പേര് ആരെങ്കിലും കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. സോ അത്രയും അതുകൊണ്ടാണ് നമ്മൾ 10 പേര് എടുക്കുന്നുള്ളൂ. നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ട്, 10 പേരെ നമ്മൾ എടുക്കുകയുള്ളൂ. കാരണം ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മൾ അത്രയും കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ നമ്മുടെ വണ്ടി ഓഫ് റോഡിലേക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇപ്പോൾ ലെറ്റ്സ് സേ ഇൻ സാൻഡ് ആവട്ടെ, ദാറ്റ്സ് ഓൺ ദ മിഡിൽ ഈസ്റ്റ് GCC ഫാക്ടേഴ്സിലേക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ലെറ്റ്സ് സേ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഭാഗങ്ങളിൽ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ റോഡിൽ ഓടിക്കുന്ന വണ്ടിക്ക് ഒരു ഇൻഷുറൻസ്, ഓഫ് റോഡ് ടെറൈനുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ വേറെ ഇൻഷുറൻസ് എന്നുള്ളൊരു ഒരു സെപ്പറേഷൻ ഉണ്ട് അവിടെ. അതിന് കോസ്റ്റ് കൂടുതലുണ്ട്. അതിൽ ടെറൈൻ നമ്മൾ മെൻഷൻ ചെയ്യണം, എത്രമാത്രം റിമോട്ട്ലി ആണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മെൻഷൻ. നമ്മുടെ നാട്ടിൽ അങ്ങനെ സിസ്റ്റം ഉണ്ടോ? I wish we had that. But we don't have it. No, we don't have it. ഇപ്പം വരെ ഇല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെല്ലാവരും തന്നെ, ഹാർഡ് കോർ ഓഫ് റോഡേഴ്സ് എല്ലാവരും. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമുക്ക് ഈ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ചില ബേസിക് മോഡിഫിക്കേഷൻസ് ആർ റിക്വയർഡ്. അപ്പോൾ ഇപ്പോൾ ഈ ഫ്ലഡ്സ് വന്നപ്പോഴാണെങ്കിലും മോഡിഫൈഡ് വണ്ടിയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഒരിക്കലും ഒരു സ്റ്റോക്ക് വണ്ടിക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് മോഡിഫൈഡ്. ബേസിക്സ് മതി. ഐ എം നോട്ട് സെയിങ് ഒരു നമുക്ക് ഭയങ്കരമായിട്ടൊരു വലുതായിട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് റൂൾ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നമുക്കത് ഹെൽപ്പാണ്. റീസെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ അല്ലാതെ ആലപ്പുഴ മാത്രമെന്നാണ് ഞാൻ അറിഞ്ഞത്. ആലപ്പുഴയിലും പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, അവിടെ പിന്നെ വെള്ളം കയറുകയും ചെയ്യും. സോ എന്ത് തന്നെ നോക്കിയാൽ ഐ തിങ്ക് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ടെറൈന് ദിസ് ഇസ് റിക്വയർഡ്. ഇതൊരു നീഡ് ഓഫ് ദി ആർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതായത് അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് പ്രതിപാദിക്കുന്നത് നമ്മൾ മേടിക്കുന്ന ഒരു വണ്ടി റോഡല്ലാതെ നമുക്ക് എവിടെയും ഓടിക്കാം എന്നുള്ളതാണോ? ആയിരിക്കാം, എനിക്കറിയില്ല. അല്ല, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസോ ആക്സിഡൻസോ ഉണ്ടായി നിങ്ങൾ ക്ലെയിമിലേക്ക് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. കാരണം നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് അങ്ങനെ ഒരു നമ്മൾ മോഡിഫൈ ചെയ്തതിന് ഇൻഷുറൻസ് അവിടെ സ്റ്റാൻഡ് ചെയ്യുന്നു. അല്ല, മോഡിഫിക്കേഷൻ അല്ല ഞാൻ പറഞ്ഞു. ഇപ്പോൾ സ്വന്തമായി ഓൺ ചെയ്യുന്ന വണ്ടിയുള്ളവർ വന്ന് നിങ്ങളുടെ അടുത്ത് പഠിക്കുന്നുണ്ട് ഉണ്ടല്ലോ. വല്ല ഇൻസിഡൻസിൽ നമുക്ക് ക്ലെയിം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ? ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നമ്മൾ സ്റ്റോക്ക് വണ്ടി ഓടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പോലെ അല്ല നമ്മളൊരു മോഡിഫൈഡ് വണ്ടി. രണ്ടിനും ഡിഫറെന്റ് ട്രാക്ക് ഓൾസോ. കാരണം എന്താ വെച്ചാൽ ഒരിക്കലും നമുക്ക് ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ കോഡ് നെയിം ബ്ലൂ വെയിൽ എന്നാണ്, CJ500. ഇറ്റ് ഇസ് എ കോമ്പറ്റീഷൻ സ്പെക് വണ്ടി. അത് ഓടുന്ന ഒരു ട്രാക്കിൽ ഒരിക്കലും ഒരു സ്റ്റോക്ക് വണ്ടിക്ക് ഓടാൻ പറ്റില്ല വിതൗട്ട് ഡാമേജ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ട്രാക്ക് മാറ്റും. പിന്നെ ഇൻഷുറൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പ്രൈവറ്റ് ട്രാക്സിൽ മാത്രമാണ് ഇങ്ങനത്തെ വലിയ മോഡിഫൈഡ് വണ്ടികൾ എടുക്കാനും പറ്റുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് സ്ഥല ഉടമയാണ് ഇൻഷുറൻസ് സ്ഥലത്തിൻ്റെ പേരിൽ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ലേറ്റസ്റ്റ് അറിവ്. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ ശരിക്കുള്ള ഫുൾ നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ്? R&T 4x4 ട്രെയിനിങ് അക്കാഡമി. എന്താണ് ഈ R&T? റോഡ് ആൻഡ് ട്രാക്ക്. റോഡ് ആൻഡ് ട്രാക്ക്. അപ്പോൾ ഇൻഷുറൻസ് അവിടെ കവർ ചെയ്യുന്നുണ്ട്. റോഡിൽ ഓടിക്കാം, ട്രാക്കിൽ ഓടിക്കാം, അല്ലേ? പല കാര്യങ്ങളും റോഡിൽ ഓടിക്കുന്ന പോലെ അല്ല ഓഫ് റോഡിൽ ഓടിക്കുന്നത്. പല കാര്യങ്ങളും നമ്മൾ അൺലേൺ ചെയ്യണം. നമ്മൾ തന്നെ അത് ക്ലച്ചിന്റെ യൂസ് ഒക്കെ നമ്മൾ മറക്കണം. ബ്രേക്സിന്റെ യൂസേജ് ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യണം. അപ്പോൾ അത് അൺലേൺ ചെയ്ത് നമ്മൾ എത്രത്തോളം അതിനെ അഡാപ്റ്റ് ചെയ്ത് വരുന്നു എന്നുള്ള രീതിയിൽ ഈ 10 പേർക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും. പിന്നെ നമ്മൾ ലെവൽ 1, ലെവൽ 2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴ്സസ് കൊടുക്കുന്നുണ്ട്. ലെവൽ 1 എന്ന് പറയുമ്പോൾ ബേസിക്സ് ഇങ്ങനെ കവർ ചെയ്യുന്നത്. ലെവൽ 2 എന്ന് പറയുമ്പോൾ കോ ഡ്രൈവർ ട്രെയിനിങ് കൂടി. അത് കുറച്ചുകൂടി കോമ്പറ്റീഷൻസ് ഫോക്കസ്ഡ് ആണ്. കോമ്പറ്റീഷൻ പോകുമ്പോൾ ഒരു കോ ഡ്രൈവറിനേക്കാളും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് പഠിപ്പിക്കും. വിഞ്ചിങ് പഠിപ്പിക്കും, റിക്കവറി ടെക്നിക്സ് പഠിപ്പിക്കും. സോ അത് കുറച്ചുകൂടി ലെവൽ അപ്പാണ്. ഒരു ദിവസം മുഴുവൻ നിങ്ങളുടെ അവിടെ സ്പെൻഡ് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം, എങ്ങനെയാണ് വണ്ടിയിലുള്ള 4 വീലർ ഉപയോഗിക്കാം എന്നുള്ളത് റിയൽ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് എഡ്യൂക്കേറ്റഡ് ആവാം. ഇതിന് പുറമെ സർട്ടിഫിക്കറ്റും കിട്ടും. അപ്പോൾ ഇറ്റ്സ് ഐ മീൻ നമ്മുടെ എനിക്കറിയില്ല ഇന്ത്യയിൽ വേറെ ഇതേപോലത്തെ വേറെ സ്ഥാപനങ്ങളുണ്ടോ എന്നുള്ളത്. കേരളത്തിൽ ഇപ്പൊ വരെ ടിൽ ഡേറ്റ് ഇല്ല. എനിക്കൊന്ന് പ്ലാനിങ്ങിലുണ്ടെന്ന് തോന്നുന്നു. അതും ഒരു വുമൺ എംപവർമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ഒരു സാധനം തുറന്ന് ഇറ്റ് ഹാസ് ടു ബി അപ്രീഷിയേറ്റഡ്. താല്പര്യം മാത്രം പോരാ. ഒരു പ്രസ്ഥാനം നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറേ ഗ്രേ ഏരിയാസും അതിൻ്റെ കുറേ സ്ട്രഗിൾസും പാഷനിൽ പലതും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇത് പ്രോപ്പറായിട്ട് ഓടിക്കാൻ അറിയാത്ത വ്യക്തികൾ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പെറ്റ് ലവിങ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഐ യൂസ് ടു ഹാവ് കുതിരകളുണ്ടായിരുന്നു. ഓക്കെ, എനിക്കൊരു 2 കുതിരകളുണ്ടായിരുന്നു. ഈ കുതിരയെ ഞാൻ ആദ്യം മേടിച്ചപ്പോൾ എൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുതിരയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അതേമാതിരി 4 വീൽ സ്നേഹിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞ പോലെ കുതിരയെ സ്നേഹിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു. ഇവരൊക്കെ നന്നായി കുതിര ഓടിക്കും. ഈ കുതിരയെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തങ്ങോട്ട് കയറിയിരിക്കുക,
ഇതിനെ 2 തല്ല് തല്ല, ഇതിനെ ഓടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ ഇത് തല്ലാനൊന്നും കിട്ടിയില്ലെങ്കിൽ വേലിയുടെ മുകളിലുള്ള വല്ല കമ്മ്യൂണിസ്റ്റ് വെച്ചോ അല്ലെങ്കിൽ വല്ല മുളവടിയൊക്കെ എടുത്തിട്ടാണ് ഇതിനെ തല്ലുന്നത് ഓടിക്കുന്നത്. പ്രോപ്പറായിട്ടുള്ളൊരു സാഡ്ലിംഗ് രീതികളില്ല, കുതിരയെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, അതിനെ ഓടിക്കുന്ന രീതികളില്ല. അപ്പോൾ ഞാൻ കുതിരയെ മേടിച്ചു നോക്കി, ഞാൻ ഓടിക്കുന്നില്ല. അപ്പോഴും ഞാൻ ഇതേപോലെ കുതിരയെ പഠിക്കാൻ, ഇത് ഓടിക്കാൻ പഠിപ്പിക്കുന്ന സ്ഥലം തപ്പി നടന്നു പറയാം. കേരളത്തിലാണ് ഞാൻ പറയുന്നത്. അന്ന് ഈ പറഞ്ഞ മാതിരി രാജസ്ഥാനിലും പഞ്ചാബിലൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ ഞാൻ അവസാനം ചെന്നെത്തിയത് NCC കാഡറ്റ്സിനെ പഠിപ്പിക്കുന്ന ഒരു ഏരിയ തൃശ്ശൂരുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ NCC കാഡറ്റ്സിന് മാത്രമേ പഠിക്കാൻ പറ്റൂ, നിങ്ങൾക്ക് സിവിലിയൻസിന് പഠിക്കാൻ പറ്റില്ല. പക്ഷെ പുള്ളി അവിടെ നിന്ന് എനിക്ക് ഒരാളെ റെക്കമെൻഡ് ചെയ്തു. ഒരു രാജസ്ഥാൻ ബേസ്ഡ് മിലിറ്ററിയിൽ ട്രെയിനർ ആയിരുന്ന ഒരാൾ ഒരു പ്രൈവറ്റ് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് തൃശ്ശൂർ തന്നെ ആളുടെ കുതിരയും നോക്കുന്നുണ്ട്, കുതിര ഓടിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 15 years ബാക്ക് ഞാൻ അവിടെ ചെന്ന് പുള്ളിയുടെ അണ്ടർ ട്രെയിനിങ്ങിലാണ് ഞാൻ പഠിച്ചത്. ഇത് പഠിച്ചു വന്നപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഓൺ റോഡിൽ ഓടിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഓഫ് റോഡിലേക്ക് വരുമ്പോൾ മറക്കണം പർപ്പസ്ഫുള്ളി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കൂട്ടത്തിലുള്ള 5 പേരും കുതിര ഓടിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ വേലിപ്പുറത്തുനിന്ന് എന്തെങ്കിലും എടുത്ത് അടിച്ചോ അല്ലെങ്കിൽ കല്ലെടുത്തെറിഞ്ഞോ കുതിര ഓടിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഇദ്ദേഹത്തിന്റെ അണ്ടറിൽ ട്രെയിനിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു കുതിരയെ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെ ഹൗ ടു ട്രീറ്റ്, അതേപോലെ തന്നെയാണ് ഈ 4-wheeler എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ അതിൻ്റെ ക്ഷമയും അതിൻ്റെ പവറിനും അനുസരിച്ച് വേണം അതിനെ ഉപയോഗിക്കാനായിട്ട്. കാരണം 4-wheeler ഞാൻ ഓടിക്കുന്ന ഒരാളാണ്, പക്ഷെ എന്നാലും ഞാൻ അത്ര പ്രോപ്പർ ട്രെയിൻഡ് ഒന്നല്ല. എനിക്കറിയാതെ ഞാൻ കുറേ തെറ്റുകൾ ചെയ്ത് വണ്ടിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ ഓവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സോ പ്രോപ്പർ ട്രെയിനിങ് ഓൾവേസ് ലീഡ് ഇൻ ടു ആൻ എക്സ്പീരിയൻസ് ആൻഡ് ബിൽഡ് ആൻ എക്സ്പീരിയൻസ് ആൻഡ് കേപ്പബിൾ പേഴ്സൺസ് ഇൻ ദ കൺട്രി, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത് യു ആർ ദ ഫസ്റ്റ് പേഴ്സൺ, ഐ ക്യാൻ സേ ആസ് എ മലയാളി ആൻഡ് എ വുമൺ, യു ആർ ദ ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ വാട്ട് ഈസ് ദാറ്റ് ഫെദർ ഇൻ യുവർ ക്രൗൺ? എന്താണത്? Okay, so I am the first lady to have attempted the Orange Fest. JK Tyres നടത്തുന്ന അവിടുത്തെ, അതായത് അരുണാചൽ പ്രദേശിലെ ഗവൺമെന്റുമായിട്ട് നടത്തുന്ന ഒരു ഇവന്റ് ആണ് 4x4 ഫ്യൂരി എന്ന് പറയുന്നത്. 4x4 ആണ് ഈ ഓറഞ്ച് ഫെസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഈ മാംഗോ ഫെസ്റ്റ് എന്നൊക്കെ ഉള്ള പോലെ കാര്യം സംഭവം അത് തന്നെയാണ്. അതെന്താന്ന് വെച്ചാൽ ആ ഏരിയയിൽ, അരുണാചൽ പ്രദേശിലെ ആ ഏരിയയിൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഹാസ് ബോത്ത്. ഇപ്പൊ മ്യൂസിക് ഉണ്ട്, ഒരു മ്യൂസിക് കോൺസേർട്ട് നടത്തും അവർ. 4x4 കമ്മ്യൂണിറ്റീസ് അവിടെ വന്നിട്ട് അവിടെ ഒരു എന്താ പറയുക കോമ്പറ്റീഷൻ നടത്തും. അപ്പോൾ ഇറ്റ് ഇസ് എ മിക്സ് ഓഫ് എവറിത്തിങ്, അഡ്വെഞ്ചർ, മ്യൂസിക്, ഷോപ്പിംഗ്. മിനിമം 3 days ഉണ്ട്. ബാക്കി എനിക്ക് തോന്നുന്നു ബാക്കി ഇതൊക്കെ ഉണ്ട്. ഓറഞ്ച് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഓറഞ്ച് സീസൺ എന്ന് പറയുന്നത് കുറച്ചും കൂടെ അങ്ങ് വരും. സോ ഈ 3 ദിവസം അവിടെ ഈ പറഞ്ഞ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഓഫ് റോഡ് കോമ്പറ്റീഷനാണ്. ഇത് ബ്രഹ്മപുത്ര റിവർ ബെഡിലാണ് നടക്കുന്നത്. സോ ദാറ്റ് ഇസ് ലൈക്ക് ഭയങ്കര ഒരു ചലഞ്ചിങ് ഒരു ടെറൈനാണ്. ഇവിടെ ഒന്നും കാണാത്തൊരു ടെറൈൻ അല്ല. ഇവിടെ നമ്മൾ ഓടിച്ചിരിക്കുന്ന ഒരു മഡോ അങ്ങനത്തെ ഒരു ടെറൈനേ അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അവിടെ ഉരുളക്കല്ലുകളാണ്. ആ സമയത്ത് വെള്ളം കുറവാണ്, വെള്ളമുള്ള ഏരിയാസും ഉണ്ടാവും. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് GPS കോർഡിനേറ്റ്സ് നമുക്ക് തരും, വഴി നിങ്ങൾ കണ്ടുപിടിച്ചോണം, അത്രേ ഉള്ളൂ. അല്ലാതെ ട്രാക്ക് ഇല്ല. ഇവിടുത്തെ കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു ട്രാക്ക് ഉണ്ട്, നമ്മൾ ഇത്ര സമയത്ത് കംപ്ലീറ്റ് ചെയ്ത് വരിക എന്നൊക്കെയുള്ള ഇത്ര അതൊക്കെ അത് ഇവിടെ എല്ലാ ലോക്കൽ ഇവന്റ്സിനും മിക്കതും അങ്ങനെ തന്നെയാണ്. ഇതെന്ന് പറയുന്നത് GPS കോർഡിനേറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുണ്ടാവും. അത് ആ പോയിന്റിലേക്ക്, ആ മാൻ പോയിന്റിലേക്ക് നമ്മൾ എങ്ങനെ എത്തേണ്ടതെന്നുള്ളത് നമ്മുടെ തീരുമാനം. അതെ, നമ്മുടെ വണ്ടിയും നമ്മുടെ അപ്പോഴത്തെ ഇൻസ്റ്റിങ്സും ആ ഒരു ജിയോഗ്രഫിക്കൽ ഒരു കാണുമ്പോൾ വരുന്ന ഒരു ഗട്ട് ഫീൽ അങ്ങ് പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു ടീം ചലഞ്ച് ആയിരുന്നു. അത് 2 വണ്ടികളാണ് വരിക. അപ്പോൾ അക്രോസ് ഇന്ത്യയിൽ നിന്ന് പല പല ടീംസ് വന്ന് ഇതൊരു വലിയൊരു ഫെസ്റ്റിവലാണത്. അതിൽ ഫസ്റ്റ് വുമൻ ആണ് ടു പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ ചരിത്രം മാത്രം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്. എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു, ഞാൻ അവിടെ പോകുമ്പോൾ. ഇനി അങ്ങനെ ഒരു പ്രോഗ്രാം തിരിച്ചവർ റീ ഓപ്പൺ ആയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ആ ചലഞ്ച് ഏറ്റെടുക്കും? 100%. കാരണം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എനിക്ക് ഫസ്റ്റ് ഡേ ഞാൻ 35 kilometers ആണ്. ടുവേർഡ്സ് എൻ്റെ ഡീസൽ പമ്പ് ഫോൾട്ടായി. അപ്പോൾ പിന്നെ നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അതിന് നൈറ്റ് സ്റ്റേജ് ഉണ്ടായിരുന്നു, അതിന് നെക്സ്റ്റ് ഡേ സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് ഹാർട്ട് ബ്രോക്കൻ. കാരണം നമ്മൾ ടെൻറ്റിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചൊരു വെന്യൂ കഴിഞ്ഞ് കുറച്ചങ്ങ് നീങ്ങിയിട്ട് നമുക്ക് ടെൻറ്റുകൾ തരും. ടെൻറ്റിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഐ വാസ് സോ ഹാർട്ട് ബ്രോക്കൻ എന്ന് എനിക്ക് ടെൻറ്റിൻ്റെ പുറത്തിറങ്ങാനുള്ളൊരു ഇതുപോലെ ഉണ്ടായില്ല. എനിക്ക് അത്രയും വിഷമം. കാരണം ഇതെന്ന് വെച്ചാലേ നമുക്ക് ഓഫ് റോഡിങ് അല്ലെങ്കിൽ സോഫ്റ്റ് ഓഫ് റോഡിങ് അല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഹാർഡ് കോർ ഓഫ് റോഡിങ് എന്ന് പറയുന്നത് ഫിസിക്കലി ഡിമാൻഡിങ് ആണ് വളരെയധികം. ഹോൾ ബോഡി
will start shivering. I'll come to that point. ആ ഒരു പോയിന്റ് എനിക്കൊരു ക്യാച്ച് ഉള്ളതാണ്. I'll come to that point. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത് ഇറ്റ് ഇസ് എക്സ്പെൻസീവ്. അപ്പോൾ ഐ വർക്ക് 9 to 5 റെഗുലർ ജോബിലാണ് വർക്ക് ചെയ്യുന്നത്. അതൊന്നും പെട്ടെന്ന് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ട് ഐ സേവ്ഡ്, ഐ വർക്ക് ഹാർഡ്. എനിക്ക് ഐ വാസ് ജസ്റ്റ് ഔട്ട് ഓഫ് കോവിഡ്. അപ്പോൾ അത് കഴിഞ്ഞ് അതിന് ഹെൽത്ത് ഇഷ്യൂസ്, അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ അവിടെ പോയത്. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വന്നപ്പോൾ എനിക്ക് വിഷമമായി. ബട്ട് അഗൈൻ ഇറ്റ് വാസ് എ ഗുഡ് തിങ്. ഞാനത് അറ്റംപ്റ്റ് ചെയ്തത് വളരെ ഞാനിപ്പോഴും പ്രൈഡോടെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അവിടുന്ന് നമ്മുടെ പാഷൻ കണ്ട് ബാക്കിയുള്ളവരുടെയും ഒരു റെസ്പോൺസ് വാസ് അമേസിങ്. ഡൽഹിയിലെ NIOC എന്ന് പറഞ്ഞ ക്ലബിലെ ഒരു വെറ്ററൻ ഓഫ് റോഡ് വിജേന്ദ്ര ഭയ്യ, ഹി ആക്ച്വലി ഗിഫ്റ്റഡ് മീ ഹിസ് ഫസ്റ്റ് ഓഫ് റോഡ് വണ്ടി എനിക്ക് തന്നു. CJ3B. So he wanted to എൻ്റെ പാഷൻ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും പുള്ളിക്ക് അങ്ങനെ എനിക്ക് തന്നു. അപ്പോൾ ദാറ്റ് ഈസ് ലൈക്ക് മൈ ബിഗ്ഗസ്റ്റ് ട്രോഫി എവർ. എനിക്കൊരു വണ്ടി കിട്ടുക എന്ന് പറയുന്നതും അതും നമുക്ക് ഇതുവരെ അറിയാത്ത ഒരാളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്, അദ്ദേഹം സ്വന്തം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വണ്ടി വേറെ ആൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ. അതെ അതെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഡെഫിനറ്റ്ലി ക്ലോസ് ടു മൈ ഹാർട്ട് മൊമെന്റ്സ് തന്നെയാണ്. അപ്പോൾ ബ്രഹ്മപുത്രയിൽ തീരാത്ത ആവേശവും വാശിയുമാണ് നമ്മളെ കോട്ടയത്തിലേക്ക് എത്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് അവഗണിക്കാൻ പറ്റില്ല, അല്ലല്ലോ. നമുക്ക് അവിടെ എന്തുകൊണ്ട് നമുക്കത് തീർന്നില്ല? നമ്മുടെ പാഷൻ പിന്നെയും അവിടെ ഒരു ത്വരയായി നിൽക്കുന്നുണ്ട്. അതിനെ പ്രോപ്പറായി പഠിപ്പിക്കണം, അല്ലെങ്കിൽ പഠിക്കണം, ഇനിയും എക്സ്പീരിയൻസ് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളെ ഇവിടെ എത്തിച്ച് നിൽക്കുന്നത്. ഇനി ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇനിയും നിങ്ങൾക്ക് കുറേ ഗോളുകൾ ഉണ്ടാവും, കുറേ വിഷനുകൾ ഉണ്ടാവും. എവിടേക്കാണ് യു ആർ ട്രാവലിംഗ്? ഓഫറിംഗ് വരുന്നത് വളരെ ഹംബ്ലിംഗ് ആയിട്ടുള്ള ഒരു സ്പോർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ എത്ര പഠിച്ചാലും കാര്യമില്ല. ഓൾവേസ് ലേണിംഗ്. പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മുടെ വണ്ടിയിൽ ഡിപ്പെൻഡൻ്റ് ആണ്, നമ്മുടെ ടെറൈനിൽ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ എപ്പോഴാണ് നമ്മുടെ സ്ലോട്ട് വരുന്നത്? അതായത് ഇപ്പോൾ ഇവിടുത്തെ ലോക്കൽ കോമ്പറ്റീഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ 10 പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ 10 എന്ന് പറയുന്നത് വളരെ, ഞാൻ പറയുന്നത് തെറ്റാണ്, 50 പാർട്ടിസിപ്പൻസ് ഒക്കെ വരാറ് ഇവിടെ ഡീസൽ ക്ലാസ്. ലോട്ട് ഇട്ടിട്ടാണ് നമ്മൾ എത്രാമതാണ് ഇറങ്ങുന്നതെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇമാജിൻ, എനിക്ക് ഫസ്റ്റ് ലോട്ട് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ട്രാക്ക് എനിക്ക് ഫേവറബിൾ ആവാം, ചിലപ്പോൾ അത് കുറച്ച് പേര് ഓടിച്ചാലേ ചിലപ്പോൾ ഫേവർ ആവുള്ളൂ, ചിലപ്പോൾ ഓടിക്കുന്നതിന് മുമ്പായിരിക്കും. അൺസർട്ടൻ. നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പോൾ വലിയ വലിയ നാഷണൽ ഓഫ് റോഡേഴ്സ് പോലും ചില സ്ഥലത്ത് ജസ്റ്റ് ഒരു വളരെ സിമ്പിൾ ഒരു ഒബ്സ്റ്റക്കിൾ പോയി സ്റ്റക്ക് ആവുന്ന കാണാറുണ്ട്. ദാറ്റ് ഇസ് വൈ ഐ കോൾ ഇറ്റ് വെരി ഹംബ്ലിംഗ്. ഇറ്റ് ഈസ് എ ഹംബ്ലിംഗ് സ്പോർട്ട്. കാരണം യു വിൽ നെവർ ലേൺ എവറിത്തിങ്. നിങ്ങൾ ചെയ്ത് നമുക്കൊരു ബോധം വരും, നമുക്ക് അതിനോടുള്ളൊരു എന്താ പറയുക, യു വിൽ ഗോ ഫോർവേഡ്, അത്രേ ഉള്ളൂ. സോ ഡെഫിനറ്റ്ലി ഐ എം എവർ ലേണിംഗ് പ്രോസസ്സ് തന്നെയാണ്. പിന്നെ എൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം ഇസ് RFC എന്ന് പറഞ്ഞാൽ റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച്. ഇറ്റ് ഹാപ്പൻസ് ഇൻ ഗോവ എവറി ഇയർ. ഞാൻ എല്ലാ വർഷവും അവിടെ പോയി കണ്ടിട്ട് വരും. ഇറ്റ് ഇസ് നോട്ട്, അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പ്ലസ് ഇറ്റ് ഇസ് വെരി എക്സ്പെൻസീവ്. ഒരു 10 ദിവസത്തെ ഒരു 1 week ലോങ് ഇവൻ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ വണ്ടി അത്രയും സർവൈവ് ചെയ്യണം, നമ്മൾ അത്രയും സർവൈവ് ചെയ്യണം. ആൻഡ് വെരി ഹാർഡ് ഒബ്സ്റ്റിക്കിൾസ് ഒന്നും പറഞ്ഞാൽ പോരാ, ഇതൊരു വേറൊരു ബോൾ ഗെയിമാണ് ഓൾ ടുഗെദർ.